നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ഏത് സമയവും മന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പാക്കിയിരിക്കും. ഈ മാസം തന്നെ, ഇനി ഒരു കാരണവശാലും അത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. വളരെ വേഗത്തിൽ തന്നെ രണ്ടാം പിണറായി സർക്കാർ മന്ത്രിസഭയിലെ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ അതിലേക്ക് മന്ത്രിസ്ഥാനത്ത് പരിഗണിക്കുന്നത് ഗണേഷ് കുമാറിനെയും അതുപോലെ കടന്നപ്പള്ളി രാമചന്ദ്രനെയും തന്നെയാണെന്നുള്ളത് ഏവർക്കും അറിയാം. ആ കാത്തിരിപ്പിന് വിരാമമിടുകയാണ്. എറണാകുളത്ത് ജനുവരി 1-2 തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിൽ KB ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും തന്നെയാണ് മന്ത്രിമാരായി അന്ന് പങ്കെടുക്കാൻ പോകുന്നത്. MLA-മാരായിട്ടല്ല, മറിച്ച് മന്ത്രി കസേര അവർക്ക് സ്വന്തമാകുമെന്ന് മനസ്സിലാക്കാം. സത്യപ്രതിജ്ഞാ തീയതിയും വകുപ്പുകളും തീരുമാനിക്കാൻ ഡിസംബർ 24-നാണ് വളരെ സുപ്രധാനമായ ഇടതുമുന്നണി യോഗം ചേരുന്നത്. ഈ മാസം 29-ന് നടക്കുമെന്നുള്ളൊരു സൂചന, സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന സൂചന പുറത്തു വന്നിരുന്നു. പക്ഷേ തീയതിയിൽ അന്തിമ തീരുമാനമൊന്നും തന്നെ ആയില്ല. അന്തിമ തീരുമാനം എടുക്കും മുൻപ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സമയം കൂടി തേടേണ്ടിയിരിക്കുന്നു. ഗവർണറുടെ സമയവും സൗകര്യവും അനുസരിച്ച് തന്നെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണ ഇതേ വകുപ്പുകൾ തന്നെയാണ് പകരം വരുന്നവർക്കും കിട്ടേണ്ടത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും നൽകാനുള്ളൊരു സാധ്യത ഉയർന്നു കേൾക്കുന്നുണ്ട്. നിലവിൽ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും മന്ത്രിസ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യമുണ്ട്. അന്തിമ തീരുമാനം എടുക്കുന്നതിന് തൊട്ട് പിന്നാലെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർഗോവിലും രാജി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. സാധാരണ കടന്നപ്പള്ളി ഇതിനു മുൻപ് തുറമുഖ വകുപ്പും അതുപോലെ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പും ഭരിച്ചിട്ടുണ്ട്. അനുഭവ സമ്പത്തുണ്ട്. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അറിയാം. അതിലൂടെ തന്നെ നവകേരള സദസ്സിൽ ഇവർക്ക് പങ്കാളികളാവാൻ അവസാന ഘട്ടത്തിൽ പങ്കെടുക്കാനും കഴിയും. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്ത് ഗണേഷ് കുമാറിനുള്ളത് വലിയ മുതൽക്കൂട്ടായി നിലവിൽ മാറുമെന്ന ഒരു പ്രതീക്ഷ ജനങ്ങൾക്കും അതുപോലെ തന്നെ സർക്കാരിനുമുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന KSRTC, അതിനെ കരകയറ്റാൻ ഗതാഗത വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധാരണ ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക് ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് ലഭിക്കാനായി ഗണേഷ് കുമാറിന് സമയോചിതമായ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിൽ അലയടിക്കുന്നത്. 2001-ൽ AK ആന്റണിയുടെ മന്ത്രിസഭയിലെ ചുമതല അന്ന് ഗണേഷ് കുമാർ ഏൽക്കുമ്പോൾ വെറും 35 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായത്. അന്ന് വളരെ കൃത്യമായി, വളരെ മിടുക്കോടുകൂടി തന്നെ കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. തൊട്ട് പിറകെ 2011-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. കായിക സിനിമാ വകുപ്പുകളുടെ മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് എസിലെ നേതാവായ കടന്നപ്പള്ളി ആകട്ടെ 2009 മുതൽ 2011 വരെ ദേവസ്വം മന്ത്രിയായും കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇത് വലിയ മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ 4 മണ്ഡലങ്ങളിൽ നടക്കേണ്ട നവകേരള സദസ്സ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. തൃപ്പൂണിത്തറ, കുന്നത്തുനാട്, പിറവം, തൃക്കാക്കര എന്നീ മണ്ഡലങ്ങളിലായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി മാറ്റിവെക്കേണ്ടി വന്നത്. അത് പകരം ജനുവരി 1-2 തീയതികളിൽ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിലായിരിക്കും ഗണേഷ് കുമാറിനും കടന്നപ്പള്ളിക്കും എത്തിച്ചേരാൻ കഴിയുന്നതെന്നുള്ളൊരു പ്രതീക്ഷ നിൽക്കുന്നത്. നിലവിലെ മന്ത്രിമാർ തന്നെ നവകേരള സദസ്സ് തീരുന്നതുവരെ തുടരട്ടെ എന്നൊരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നവംബർ 20-ന് നടക്കേണ്ട മന്ത്രിസഭാ പുനഃസംഘടന ഇത്രയും ദിവസം, ഏകദേശം 1 മാസക്കാലം നീണ്ടുപോയിരിക്കുന്നത്. ഇനി ഒട്ടും തന്നെ വൈകില്ല എന്നുള്ള സൂചന പുറത്തു വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.